പ്രിയപ്പെട്ടവരെ, ഒരു സഹോദരന് ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി കിട്ടി. അദ്ദേഹത്തോട് അമ്മ പറഞ്ഞു, പോകണ്ട, കാരണമുണ്ട്. ഫാദറിന് കാര്യപ്രാപ്തിയൊക്കെ കുറവാണ്, 4 സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവരിൽ 2 പേർക്ക് സംരക്ഷണം ആവശ്യമാണ്. കാരണം ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങൾ. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞതുകൊണ്ട് ആ ജോലിക്ക് പോയില്ല. അവരെയൊക്കെ നോക്കി, കൃഷിസ്ഥലമൊക്കെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചു, സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന് 4 മക്കളുണ്ടായി. അതിൽ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് വലിയ വേദന നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. വിവാഹം കഴിപ്പിച്ചയച്ചെങ്കിൽ പോലും ആ സഹോദരിയെയും മക്കളെയുമൊക്കെ നോക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കടമയായിട്ട് വരികയാണ് ചെയ്തത്. അതായത് ജീവിതത്തിൽ മുഴുവൻ ആ കുരിശും വഹിച്ചുകൊണ്ട് ജീവിക്കാൻ, അതായത് സഹനത്തിലൂടെ പോയ ഒരു മനുഷ്യനാണ്. ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയിട്ടാണ്, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈശോ മിശിഹ ഗാഗുൽത്താ മലയുടെ വിരുമാറിൽ കുരിശിൽ തൂങ്ങി മരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ സഹോദരൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ മാറ്റിവെക്കുകയാണ് ചെയ്തത്. നല്ലൊരു ജോലി കിട്ടിയപ്പം ആ ജോലി മാറ്റിവെച്ചു സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ വിവാഹം കഴിച്ചപ്പം വിചാരിച്ചു വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്. പക്ഷേ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നപ്പം ഭയങ്കര പ്രയാസമായി. എന്നാൽ ഇദ്ദേഹത്തിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. വളരെ സംയമനത്തോടെ അദ്ദേഹം ജീവിതത്തെ നേരിടുകയാണ് ചെയ്യുന്നത്. ഏകദേശം 82 വയസ്സ് വരെ ജീവിച്ചു അദ്ദേഹം. അവസാന നാളുകളിൽ ഏകദേശം ഒരു 2-3 മാസം കിടപ്പായി. അപ്പോൾ പോലും ആ മുഖത്തെ പ്രസന്നത അദ്ദേഹം കൈവിട്ടില്ല. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഇത്രമാത്രം പ്രയാസങ്ങളിലൂടെ, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം സഹനങ്ങളിലൂടെ ഈ വ്യക്തി കടന്നുപോയി. അപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ മറുവശത്ത് ഇദ്ദേഹവും തൂങ്ങുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. കാരണം എന്താ? ഈശോയുടെ രക്ഷാകര പദ്ധതിയിലേക്ക് പങ്കുചേരുവാനായിട്ട്, ജീവിതങ്ങളെ പഴിപറയാതെ പഴിക്കാതെ ആ കുരിശ് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുമായിരുന്നു. തൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രിയപ്പെട്ടവർക്ക് സംരക്ഷണമെല്ലാം ഇദ്ദേഹം നൽകി. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാം, സംയമനത്തോടെ ജീവിത ക്ലേശങ്ങളെ നേരിടുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആമേൻ.